ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെൽ ഐക്കൺ അമർത്തുക. ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 2025 ജൂലൈ മാസം 27-ാം തീയതി ഞായറാഴ്ച മുതൽ ഓഗസ്റ്റ് 2-ാം തീയതി ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ചക്കാലത്തെ സമ്പൂർണ്ണ വാരഫലമാണ് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത്. ഈ വാരം സൂര്യൻ കർക്കിടകൻ രാശിയിൽ പൂയം ഞാറ്റുവേലയിലും ചന്ദ്രൻ കൃഷ്ണപക്ഷ തൃതീയ മുതൽ നവമി വരെ മകം മുതൽ വിശാഖം വരെയുള്ള നക്ഷത്രങ്ങളിലും സഞ്ചരിക്കുന്നു. മിഥുനം രാശിയിൽ വ്യാഴം തിരുവാതിര നക്ഷത്രത്തിലും ശുക്രൻ മകയിരം തിരുവാതിര നക്ഷത്രങ്ങളിലും സഞ്ചരിക്കുന്നു. ബുധൻ കർക്കിടകൻ രാശിയിൽ ആയില്യം നക്ഷത്രത്തിലും ചൊവ്വ ചിങ്ങം കന്നി രാശികളിലായി ഉത്രം നക്ഷത്രത്തിലും കേതു ചിങ്ങൻ രാശിയിൽ പൂരം നക്ഷത്രത്തിലും രാഹു കുംഭത്തിൽ പൂരുരുട്ടാതിയിലും മീനൻ രാശിയിൽ ശനി ഉത്രട്ടാതിയിലും സഞ്ചരിക്കുന്നു. ഗ്രഹങ്ങളുടെ ഈ ഭാവപകർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിച്ചവരുടെ ഈ ആഴ്ചത്തെ സമ്പൂർണ്ണ ഫലം ഇവിടെ വിലയിരുത്തുന്നു. ഈ വാരം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാരം ആദ്യ ദിവസങ്ങളിൽ മനസ്സമാധാനം കുറയാൻ ഇടയുണ്ട്. ഉദ്യോഗാർത്ഥികൾക്ക് താൽക്കാലിക ജോലിയോ ദിവസവേതനത്തിലോ ജോലി ലഭിച്ചേക്കും. ഉദ്യോഗസ്ഥർക്ക് ഓണക്കാലത്തെ മുൻനിർത്തിയുള്ള ചില ആസൂത്രണങ്ങളിൽ മുഴുകേണ്ടതായി വന്നേക്കും. സന്താനങ്ങളുടെ ദുർവാശി മനോവിഷമത്തിന് കാരണമാകും. സാമ്പത്തിക കാര്യങ്ങളിൽ നേട്ടം ഉണ്ടാകും. വ്യാപാര രംഗത്ത് ലാഭം കുറയില്ല. ഇഷ്ടജന സമാഗമം സാധ്യമാകും. ശുഭവാർത്തകൾ തേടിയെത്തുന്നതാണ്. ഭോഗസുഖം ലഭിക്കും. എതിരാളികൾ നിശബ്ദരാകുന്നതാണ്. ചെലവിൻ്റെ കാര്യത്തിൽ നിയന്ത്രണം വേണം. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിലംഗത്ത് മുന്നേറ്റം പ്രതീക്ഷിക്കാവുന്നതാണ്. കരാർ പണികൾ പുതുക്കി ലഭിക്കും. ഉദ്യോഗസ്ഥർക്ക് വീടിനടുത്തേക്ക് സ്ഥലമാറ്റ ഉത്തരവ് പ്രതീക്ഷിക്കുമെങ്കിലും വൈകാൻ ഇടയുണ്ട്. തുടങ്ങിവെച്ച കാര്യങ്ങൾക്ക് തടസ്സം നേരിടാം. കുടുംബത്തിൻ്റെ പിന്തുണ കരുത്തു പകരുന്നതായിരിക്കും. പുതിയ തലമുറയുടെ രീതികളോട് പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടും. പല കാര്യങ്ങളിലും മൗനം ഭജിക്കും. വ്യാപാര രംഗത്ത് കൂടുതൽ മുതൽ മുടക്കുന്നത് കരുതലോടെ വേണം. പഴയ കടം വീട്ടാൻ കഴിയുന്നതാണ്. സുഹൃത്തുക്കളുടെ വാക്കുകളിൽ വിശ്വാസം ഉണ്ടാകും. ബന്ധുകലഹങ്ങളിൽ നീതിയുടെ ഭാഗത്ത് നിൽക്കുവാൻ കഴിയുന്നതാണ്. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാരം ആദ്യ ദിവസങ്ങളിൽ കാര്യങ്ങൾ അത്ര ഉന്മേഷദായകമായിരിക്കില്ല. സർവത്ര ആശയക്കുഴപ്പം അനുഭവപ്പെടും. ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ വിഷമിക്കുന്നതാണ്. തൊഴിലിടത്തിലും അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും. ആഴ്ച പകുതിയോടെ കാര്യങ്ങൾ അനുകൂലമാകും. ജീവിതത്തിൻ്റെ സ്വാഭാവിക തളം തിരികെ ലഭിക്കുന്നതാണ്. ഒരു നവോന്മേഷം അനുഭവപ്പെടും. വാക്കുകൾ ശ്രദ്ധിക്കപ്പെടുന്നതാണ്. ഒപ്പമുള്ളവരുടെ പൂർണ്ണ സഹകരണം ലഭിക്കും. വ്യാപാരികൾക്ക് വിപണന തന്ത്രങ്ങൾ ഫലം കണ്ടു തുടങ്ങും. കുടുംബകാര്യങ്ങളിൽ സ്വസ്ഥതയുണ്ടാകും. സൗഹൃദങ്ങൾ ഗുണം ചെയ്യുന്നതാണ്. ലഘുയാത്രകൾ ആശ്വാസത്തിന് ഇടവരുത്തും. വായ്പകളുടെ തിരിച്ചടവിന് മുടക്കം വരില്ല. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാരം ആദ്യ ദിവസങ്ങൾക്ക് ഗുണം കുറവായിരിക്കും. പ്രയത്നം ഫലവത്താവണമെന്നില്ല. അപേക്ഷകൾ തള്ളപ്പെടുകയോ തീരുമാനം നീളുകയോ ചെയ്യും. സംഘടനാ രംഗത്ത് എതിർപ്പ് ഉയരുന്നതാണ്. പല ചോദ്യങ്ങൾക്കും മറുപടി നൽകാൻ സാധിച്ചേക്കില്ല. ആഴ്ച പകുതിയോടെ കാര്യങ്ങൾ ഒരുവിധം ഭംഗിയായി നിർവഹിക്കാൻ സാധിക്കുന്നതാണ്. വ്യാപാരത്തിൽ നിന്നും ലാഭം വന്നെത്തും. വാക്കുകൾ മറ്റുള്ളവരുടെ ആദരവ് നേടും. കൃത്യനിഷ്ഠ പുലർത്തുവാൻ സാധിക്കും. വരുമാനത്തിൽ വർധനവ് ഉണ്ടാകും. ചിട്ടിയിലും ലോട്ടറിയിലും നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ്. മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക്
പല കാര്യങ്ങളും കരുതിയിലും വേഗത്തിൽ സഫലമാകും. ഏകോപനത്തിൽ ശ്രദ്ധയുണ്ടാകും. പുതിയ വാഹനം വാങ്ങുന്നതിനോ പഴയത് മാറി വാങ്ങുന്നതിനോ സാധ്യതയുണ്ട്. രോഗാരിഷ്ടതകൾക്ക് ആശ്വാസം അനുഭവപ്പെടും. സാമ്പത്തിക ഇടപാടുകളിൽ ശ്രദ്ധ വേണം. വാക്കുകൾ ശ്രദ്ധേയവും ആകർഷണീയവും ആയിരിക്കും. മേലധികാരികൾ അഭിനന്ദിക്കും. വിദ്യാർത്ഥികൾ പഠനത്തിൽ മികവ് പുലർത്തുന്നതാണ്. പുതിയ സാങ്കേതിക കാര്യങ്ങൾ മനസ്സിലാക്കാൻ താല്പര്യം ഉണ്ടാകും. കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. ഇടവക്കൂറുകാർക്ക് ഭാഗ്യക്കുറിയിലോ ഭാഗ്യപരീക്ഷണങ്ങളിലോ നേട്ടമുണ്ടാകും. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാരം തുടങ്ങുന്നത് തന്നെ നല്ല തുടക്കത്തോടെ ആയിരിക്കും. ആസൂത്രണത്തിൽ പിഴവ് പറ്റില്ല. ന്യായമായ കാര്യങ്ങൾ സാധ്യമാകും. രാഷ്ട്രീയ രംഗത്തുള്ളവർ നേതൃത്വവുമായി പിണങ്ങാതെ കാര്യങ്ങളെ സമരസമായി കൊണ്ടുപോകും. അഭിമുഖങ്ങളിൽ വിജയിക്കുവാൻ കഴിയുന്നതാണ്. കലാകാരന്മാർക്ക് അവസരങ്ങൾ വന്നുചേരും. ആഴ്ച അവസാന ദിവസങ്ങളിൽ സമ്മിശ്ര ഫലമായിരിക്കും ലഭിക്കുക. പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. 4-ാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്നതിനാൽ അഗ്നി, വൈദ്യുതി, വാഹനം എന്നിവയുടെ ഉപയോഗത്തിൽ ശ്രദ്ധ വേണം. പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പാരമ്പര്യ തൊഴിലുകളിൽ പരിചയം നേടാൻ ശ്രമിക്കും. ബന്ധുക്കളുടെ സഹായം സ്വീകരിക്കുന്നതാണ്. ഗൃഹനിർമ്മാണം അല്പം മെല്ലെയാവും. കടം വാങ്ങിയ തുക തിരികെ നൽകാൻ സമ്മർദ്ദങ്ങൾ ഉണ്ടാകും. തൊഴിലിടത്തിൽ സൗഹൃദാന്തരീക്ഷം ആയിരിക്കും. സഹപ്രവർത്തകർക്ക് ഉചിതമായ നിർദ്ദേശങ്ങൾ നൽകുന്നതാണ്. യാത്രകൾ കൊണ്ട് പ്രയോജനം ഉണ്ടാകും. അനാവശ്യ ചെലവുകളും വന്നുചേരും. അന്യദേശത്തുള്ളവർക്ക് നാട്ടിലേക്ക് മടങ്ങിയെത്തുവാൻ കാത്തിരിക്കേണ്ടി വരും. പാരിതോഷികങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. പുതുമയോടുള്ള പ്രതിപത്തി കുറയുന്നതാണ്. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വ്യാഴവും ശുക്രനും 12-ൽ സഞ്ചരിക്കുന്നതിനാൽ നല്ല കാര്യങ്ങൾക്കായി ചെലവുണ്ടാകും. ചുറ്റുപാടുകളുടെ മാറ്റം തിരിച്ചറിഞ്ഞ് സ്വയം മാറാൻ തയ്യാറാകും. ഔദ്യോഗിക രംഗത്ത് കൃത്യനിർവഹണത്തിൽ മനംമടുപ്പ് അനുഭവപ്പെടും. പ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോൾ കുടുംബത്തിൻ്റെ അഭിപ്രായം തേടുന്നത് ഉചിതമായിരിക്കും. ഏജൻസി കമ്മീഷൻ മേഖലയിൽ പ്രതീക്ഷിച്ച ലാഭം ലഭിച്ചേക്കില്ല. രോഗത്താൽ വലയുന്നവർക്ക് മികച്ച ചികിത്സ ആവശ്യമായി വരുന്നതാണ്. വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ വിഷമിക്കുന്നതാണ്. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഉദ്യമങ്ങളിൽ വിജയിക്കുവാൻ കഠിനാധ്വാനം വേണ്ടിവരും. സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തിനായി വായ്പാ സഹായം ലഭിക്കുന്നതാണ്. സഹപ്രവർത്തകരുടെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുവാൻ മടി കാണിക്കില്ല. അത് ചിലപ്പോൾ ശത്രുക്കൾ കൂടാൻ ഇടയാക്കുന്നതാണ്. ദൈവിക സമർപ്പണങ്ങൾക്ക് സമയം കണ്ടെത്തും. അപ്രസക്ത കാര്യങ്ങൾക്ക് ഊർജവും സമയവും ചെലവഴിക്കുന്നതാണ്. ചെലവ് അധികരിക്കും. കുടുംബത്തോടൊപ്പം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. ആരോഗ്യ പരിരക്ഷയിൽ അലംഭാവം പാടില്ല. സഹായക ഹസ്തവുമായി എത്തുന്നവരെയും നോക്കുന്നത് സംശയദൃഷ്ടിയോടെ ആയിരിക്കും. മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മരംഗത്ത് ശോഭിക്കുവാൻ കഴിയുന്നതാണ്. ആസൂത്രണവും കാര്യനിർവഹണവും ഒരേപോലെ ചെയ്യാനാകും. ജോലിയിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അല്പം ദൂരത്തായി പുതിയ അവസരങ്ങൾ ലഭിച്ചേക്കും. ശുഭകാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നതാണ്. മനസ്സിന് സന്തോഷം ഉണ്ടാകും. ജീവകാരുണ്യ പ്രവർത്തനത്തിന് സമയം കണ്ടെത്തുന്നതാണ്. ഗവേഷണവുമായി ബന്ധപ്പെട്ട് യാത്രകൾ വേണ്ടിവന്നേക്കും. ധനപരമായി ഉയർച്ച ഉണ്ടാകും. ഊഹക്കച്ചവടം, ചിട്ട്, ലോട്ടറി ഇവയിലൂടെ ധനം വന്നുചേരും. ആഴ്ച ആദ്യ ദിവസങ്ങളിൽ ശാരീരിക ക്ലേശവും അലച്ചിലിനും സാധ്യതയുണ്ട്. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിൽ മേഖലയിൽ സമാധാനം അനുഭവപ്പെടും. കാര്യങ്ങൾ മുടക്കം കൂടാതെ നിർവഹിക്കാൻ ആകും. ധനക്ലേശം ഉണ്ടാവുകയില്ല. ചുമതലകൾ കൃത്യമായി നിർവഹിക്കുന്നതാണ്. നീതി നിഷേധിക്കപ്പെടുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നതല്ല. ബിസിനസ് വിപുലീകരിക്കുന്ന കാര്യത്തിൽ ഒരു ആസൂത്രണം ഉണ്ടാകും. കുടുംബാംഗങ്ങളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതാണ്.
ചൊവ്വ ജന്മരാശിയിൽ നിന്നും മാറുന്നത് കുറേയൊക്കെ ആശ്വാസകരമാണ്. ശാരീരികമായി ഉണർവുണ്ടാകും. രോഗികൾക്ക് ആശ്വാസം ഭവിക്കും. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അധ്വാനത്തിന് തക്കതായ പ്രതിഫലം ലഭിക്കുന്നതാണ്. സഹപ്രവർത്തകർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകും. ചെറുകിട സംരംഭങ്ങളിൽ നിന്നും ആദായം വർദ്ധിക്കും. പങ്കാളിത്ത ബിസിനസ്സിൽ അപസ്വരങ്ങൾ ഉയരും. പുതിയ സാങ്കേതിക വിദ്യ പഠിക്കുന്നതിന് താൽപ്പര്യം കൂടും. പിതാവിൻ്റെ രോഗക്ലേശങ്ങൾക്ക് ആശ്വാസം അനുഭവപ്പെടും. സഹോദരനെ സാമ്പത്തികമായി സഹായിക്കും. കുടുംബത്തോടൊപ്പം തീർത്ഥാടനത്തിന് യോഗമുണ്ട്. ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളുടെ പ്രീതി ലഭിക്കും. സാമ്പത്തിക കാര്യങ്ങൾക്ക് മങ്ങൽ ഉണ്ടാകില്ല. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ അനുകൂലമായ വാരം ആണ്. മുൻപ് പരിശ്രമിച്ച് പിൻവാങ്ങിയ കാര്യങ്ങൾ ഇപ്പോൾ കൈവരിക്കുവാൻ സാധിക്കും. തൊഴിൽപരമായി പുരോഗതി ഉണ്ടാകും. ഉന്നത അധികാരികളുടെ സഹകരണം ലഭിക്കുന്നതാണ്. പ്രവൃത്തിയിൽ കഴിവ് തെളിയിക്കാൻ ആകും. വായ്പകളുടെ തിരിച്ചടവ് സുഗമമായി നടത്തും. ആധ്യാത്മിക കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്നതാണ്. പുതിയ കാര്യങ്ങൾ പഠിച്ചറിയുന്നതിൽ ശ്രദ്ധ പുലർത്തും. സാമൂഹികമായ അംഗീകാരം നേടുന്നതാണ്. കലാപരമായ കഴിവുകൾ അഭിനന്ദിക്കപ്പെടും. ചൊവ്വ ജന്മരാശിയിലേക്ക് വന്നതിനാൽ ചില ശാരീരിക പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടേക്കാം. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ കഴിയും. വ്യാപാര രംഗത്ത് നേട്ടം ഉണ്ടാകും. സ്വതസിദ്ധമായ കഴിവുകൾ പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്നതാണ്. ഉത്തരവാദിത്തങ്ങൾക്കു നേരെ മുഖം തിരിഞ്ഞു നിൽക്കുന്നതല്ല. സാമൂഹികമായ നിലപാടുകളും പ്രതികരണങ്ങളും ശത്രുക്കളെ സൃഷ്ടിച്ചേക്കും. ഗുരുജനങ്ങളെ സന്ദർശിക്കാൻ അവസരം ലഭിക്കുന്നതാണ്. വാഹനം, ഭൂമി ഇവയുടെ ക്രയവിക്രയം ലാഭകരമാകും. രോഗഗ്രസ്തനായ ബന്ധുവിനെ സന്ദർശിച്ച് വേണ്ട സഹായം ചെയ്യും. തൊഴിൽ മാറ്റത്തിന് അനുകൂല സാഹചര്യം അല്ല. അവിചാരിതമായി പല ചെലവുകളും വന്നുചേരും. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജോലിക്കാര്യത്തിൽ കൂടുതൽ ശുഷ്കാന്തി ഉണ്ടാകും. കാര്യനിർവഹണം സുഗമമാകും. സഹപ്രവർത്തകരെ വിശ്വാസത്തിൽ എടുക്കുന്നതാണ്. വിശ്രമിക്കാൻ പോലും വേണ്ടത്ര സമയം ലഭിക്കണമെന്നില്ല. കർമ്മരംഗത്ത് പ്രതീക്ഷിച്ച മാറ്റങ്ങൾ വന്നെത്തുന്നതാണ്. ഗവേഷകർക്ക് അനുകൂല സമയമാണ്. ഭൗതികമായ അന്വേഷണങ്ങൾ ശരിയായ വഴിക്ക് നീങ്ങും. ഭാഗ്യ അനുഭവങ്ങളും ഉണ്ടാകുന്നതാണ്. ധനാഗമം സുഗമമായിരിക്കും. ശത്രുക്കൾ നിഷ്പ്രഭരാകും. അമിതമായ ആത്മവിശ്വാസം ചിലപ്പോൾ ദോഷമായി തീർന്നേക്കാം. ഭാഗ്യക്കുറിയിലും ഭാഗ്യപരീക്ഷണങ്ങളിലും നേട്ടമുണ്ടാകും. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചില വിശ്വാസങ്ങൾക്ക് ഉലച്ചിൽ തട്ടിയേക്കും. ചിലരോട് തോന്നിയ ബഹുമാനം ഇല്ലാതെയാവാനും സാധ്യതയുണ്ട്. എന്നാലും സ്നേഹബന്ധങ്ങളിൽ വിള്ളൽ വീഴില്ല. കാര്യങ്ങളെ നേർവഴിയിലാക്കാൻ ക്ലേശിച്ചിട്ടായാലും സാധിക്കുന്നതാണ്. കുടുംബത്തിൻ്റെ പിന്തുണ കരുത്തു പകരും. തൊഴിൽ മാറുവാൻ ആഗ്രഹിക്കുന്നവർക്ക് കാത്തിരിക്കേണ്ടി വരും. ക്ഷമയും സഹനവും അനിവാര്യമായ സന്ദർഭമാണ്. ഏജൻസി കമ്മീഷൻ മേഖലയിൽ ആദായം മോശമാകില്ല. കരാർ പണികൾക്ക് തുടർച്ച ലഭിക്കും. തുലാക്കൂറുകാർക്ക് ചിട്ടിയിലോ ലോട്ടറിയിലോ ഭാഗ്യപരീക്ഷണങ്ങളിലോ നേട്ടമുണ്ടാകും. ചൊവ്വയുടെ രാശിമാറ്റം വൃശ്ചികക്കൂറുകാർക്ക് വളരെ ആശ്വാസകരമാണ്. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ദേഹസുഖവും മനസ്സുഖവും സമ്മിശ്രമായിരിക്കും. അപര്യാപ്തതകൾ മനസ്സംഘർഷം സൃഷ്ടിച്ചേക്കും. സ്വയം തൊഴിൽ മേഖലയിൽ കരുതിയ വരുമാനം ലഭിക്കണമെന്നില്ല. എങ്കിലും കാര്യങ്ങൾ ഒരുവിധം ഭംഗിയായി നിർവഹിക്കുവാൻ കഴിയും. സഹജമായ കഴിവുകൾ ഉത്തേജനമാകും. ഭാഗ്യാധിപനായ ചന്ദ്രന് പൂർണ്ണബലം ഇല്ലാത്തതിനാൽ ഉദ്യമങ്ങൾ വിജയിക്കണമെന്നില്ല. ഭാഗ്യാനുഭവങ്ങൾ കയ്യെത്തും ദൂരത്ത് നഷ്ടപ്പെടും. കുടുംബത്തിൽ മനസ്സമാധാനം പുലരുന്നതാണ്. ലഘുയാത്രകളാൽ കാര്യസാധ്യം ഭവിക്കും. ചൊവ്വ 11ാം ഭാവത്തിലേക്ക് വന്നതിനാൽ കർമ്മരംഗത്തെ തടസ്സങ്ങൾക്ക് അല്പം അയവുണ്ടാകും. തടസ്സപ്പെട്ട് കിടന്ന കാര്യങ്ങളിൽ കുറേയൊക്കെ ആശ്വാസം ഭവിക്കും. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വിദ്യാഭ്യാസ കാര്യത്തിൽ ഏകാഗ്രത കുറയാം. തൊഴിൽ അന്വേഷകർക്ക് കാത്തിരിക്കേണ്ടി വരും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നതാണ്. അനാവശ്യ ചിന്തകൾ മനസ്സിനെ അലട്ടുന്നതാണ്.
തന്മൂലം കർമ്മരംഗത്ത് ആലസ്യം അനുഭവപ്പെട്ടേക്കാം. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ചുമതലകൾ കൂടും. അതനുസരിച്ച് വേതനം വർദ്ധിക്കുവാൻ സാധ്യതയില്ല. സന്താനങ്ങളെ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകും. സാമ്പത്തിക ഇടപാടുകളിൽ ശ്രദ്ധ വേണം. വ്യാപാരം അഭിവൃദ്ധിപ്പെടുത്തുവാൻ കൂടിയാലോചനകൾ നടത്തും. പ്രണയികൾക്ക് സന്തോഷകരമായ കാലമാണ്. ബന്ധുക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുൻകൈയെടുക്കും. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾ മാറ്റിവെക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കാം. മേലധികാരികൾ മനഃപൂർവ്വം ക്ലേശിപ്പിക്കുകയാണെന്ന് തോന്നിയേക്കും. പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ സമയം അനുകൂലമല്ല. ഉദ്യോഗസ്ഥർക്ക് പ്രതീക്ഷിക്കുന്ന സ്ഥലം മാറ്റ ഉത്തരവ് ലഭിക്കാൻ കാത്തിരിക്കേണ്ടി വരും. ധനവരവിൽ വർധനവ് ഉണ്ടാകുന്നതാണ്. പ്രതീക്ഷിക്കാത്ത ചെലവുകളും വന്നുചേരും. ഗൃഹസൗഖ്യം സമ്മിശ്രമായിരിക്കും. പുതിയ തലമുറയോട് പൊരുത്തപ്പെടാൻ സാധിക്കാതെ വരും. കടം വാങ്ങാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യ പരിപാലനത്തിൽ ജാഗ്രത വേണം. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഔദ്യോഗിക രംഗത്ത് തിരക്ക് വർദ്ധിക്കുന്നതാണ്. ലഘുയാത്രകൾ കൂടുതലാകും. ജോലിയിൽ അധിക സമയം ചെലവഴിക്കേണ്ടി വരും. ബിസിനസ്സിൽ നിന്നും കരുതിയ ആദായം ലഭിക്കണമെന്നില്ല. കുടുംബത്തിൻ്റെ പിന്തുണ കരുത്തു പകരും. സർക്കാരുമായി ബന്ധപ്പെട്ട് നേടേണ്ട കാര്യങ്ങൾക്ക് തടസ്സം നേരിടുകയോ ആവർത്തിത ശ്രമം വേണ്ടിവരികയോ ചെയ്യും. സന്താനങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധ വേണം. പുണ്യകർമ്മങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും സമയം കണ്ടെത്തും. ഗതകാല സ്മരണകൾ മനസ്സിൽ നിറയും. വാരം അവസാന ദിവസങ്ങൾക്ക് ഗുണം കൂടുന്നതായിരിക്കും. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിൽ രംഗം മ്ലാനമാകുന്നതാണ്. പ്രതീക്ഷിച്ച വരുമാനം ലഭിച്ചേക്കില്ല. കടം വാങ്ങണമെന്നുള്ള തോന്നൽ ഉണ്ടാകുന്നതാണ്. ഉദ്യോഗസ്ഥരുടെ ജോലിഭാരം അധികമായിരിക്കും. ശാരീരിക ക്ലേശത്തിന് സാധ്യതയുണ്ട്. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് നീതി ലഭിക്കുന്നില്ല എന്ന തോന്നൽ ഉണ്ടാകും. ബന്ധുക്കളുടെ കാര്യത്തിൽ ഇടപെടുന്നതിൽ കരുതൽ വേണം. തീരുമാനിച്ചുറപ്പിച്ച തീർത്ഥാടനം മറ്റൊരു അവസരത്തിലേക്ക് മാറ്റിവെക്കും. ഏജൻസി കമ്മീഷൻ വ്യാപാരം ലാഭകരമാകും. വായ്പകളുടെ തിരിച്ചടവുകൾക്ക് തടസ്സം ഉണ്ടാകില്ല. തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യസാധ്യത്തിന് വളഞ്ഞ വഴികളെയും ആശ്രയിക്കേണ്ടി വരും. പാരമ്പര്യമായി ചെയ്തു പോരുന്ന തൊഴിൽ മേഖലയിൽ താൽപ്പര്യം കുറയും. ഉദ്യോഗസ്ഥർക്ക് സഹപ്രവർത്തകരുടെ പിന്തുണ കുറയുന്നതാണ്. വാദപ്രതിവാദങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കേണ്ടതാണ്. സാമ്പത്തികം അത്ര മോശമായിരിക്കില്ല. പുതിയ ധനാഗമ മാർഗങ്ങളെപ്പറ്റി സദാ ചിന്തയിലുണ്ടായിരിക്കും. കാര്യ ആലോചനകളിൽ സജീവ സാന്നിധ്യമാകും. വിവാഹ ആലോചനകൾ നീണ്ടുപോകും. വീട്ടുകാര്യങ്ങളിൽ ശുഷ്കാന്തി ഉണ്ടാകും. ദാമ്പത്യ ജീവിതം ശോഭനമായിരിക്കും. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മരംഗത്ത് ഉന്മേഷം ഭവിക്കുന്നതാണ്. ബിസിനസ് രംഗത്തുള്ളവർക്ക് കൂടുതൽ യാത്രകൾ അനിവാര്യമാവും. കാലത്തിൻ്റെ മാറ്റം ഉൾക്കൊള്ളുവാൻ സാധിക്കും. ജീവിതശൈലി കൂടുതൽ പരിഷ്കൃതമാക്കിയേക്കും. സുഖഭോഗങ്ങളിൽ താൽപ്പര്യം കൂടും. മാതൃസ്വത്തിനെ ചൊല്ലി നിലവിലുള്ള തർക്കം അനുകൂലമായേക്കും. തൊഴിൽ തേടുന്നവർക്ക് സാങ്കേതിക മേഖലയിൽ ധാരാളം അവസരങ്ങൾ സംജാതമാകുന്നതാണ്. ഗ്രഹാന്തരീക്ഷത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കില്ല. നിക്ഷേപങ്ങൾക്ക് വിദഗ്ധരുടെ അഭിപ്രായം തേടും. എതിർപ്പുകളെ കണ്ടില്ലെന്ന് നടിക്കുന്നതാണ്. വാരം അവസാന ദിവസങ്ങൾക്ക് കൂടുതൽ മെച്ചം ഉണ്ടാകുന്നതാണ്. ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജനമധ്യത്തിൽ സ്വീകാര്യത വർദ്ധിക്കും. ബഹുമാന്യരുടെ പിന്തുണയും സഹായവും ലഭിക്കുന്നതാണ്. ദൂരയാത്രകൾക്കോ വിദേശയാത്രയ്ക്കോ ഒരുങ്ങുന്നവർക്ക് അതിനുള്ള അവസരം വന്നെത്തും. ധാർമ്മിക പ്രവൃത്തികൾക്ക് സമയം കണ്ടെത്തും. വസ്തുതർക്കം രമ്യമായി പരിഹരിക്കും. വിവാഹ ആലോചനകളിൽ പുരോഗതി ഉണ്ടാകും. പ്രമാണങ്ങളിലും കരാറുകളിലും ഒപ്പിടുമ്പോൾ ജാഗ്രത വേണം. ബന്ധുക്കളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് ഫലവത്താകില്ല. ഒന്നിലധികം കാര്യങ്ങളിൽ ഒരേ സമയം മുഴുകുന്നത് മാനസിക ക്ലേശം സൃഷ്ടിച്ചേക്കും. അഷ്ടമത്തിൽ നിന്നും ചൊവ്വ മാറുന്നത് അല്പം ആശ്വാസകരമാണ്. പൂരോരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചിന്തകളും ആശയങ്ങളും മനസ്സിൽ നിറയും.
അവയെ ആവിഷ്കരിക്കുവാനും പ്രാവർത്തിക പദത്തിലെത്തിക്കുവാനും സാധിക്കുന്നതായിരിക്കില്ല. ഉദ്യോഗസ്ഥർക്ക് അധികാരികളുടെ പിന്തുണ ലഭിക്കുന്നതാണ്. പുതിയ സുഹൃത്തുക്കളെ ലഭിച്ചേക്കും. യാത്രകൾ കൊണ്ട് നേട്ടമുണ്ടാകും. തൊഴിൽ തേടുന്നവർക്ക് പരിചയമുള്ള സ്ഥാപനത്തിൽ നല്ല പദവിയിൽ ജോലി ലഭിക്കും. ജീവകാരുണ്യ പ്രവർത്തനത്തിന് സമയം കണ്ടെത്തും. കുടുംബകാര്യങ്ങളിൽ ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതാണ്. നിക്ഷേപങ്ങൾ വീണ്ടും പുതുക്കുന്നതായിരിക്കും. വിരുന്നുകളിലും സൽക്കാരങ്ങളിലും പങ്കെടുക്കും. സാമൂഹ്യ മാധ്യമങ്ങളിൽ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതാണ്. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഉറച്ചു വിശ്വസിച്ചിരുന്ന ചില കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന് തോന്നും. അത് മനോവ്യത സൃഷ്ടിച്ചേക്കാം. വിദ്യാർത്ഥികൾ പുതിയ ഭാഷയോ സാങ്കേതിക വിദ്യയോ പഠിക്കുന്ന കോഴ്സുകളിൽ ചേരുന്നതാണ്. രോഗത്താൽ ക്ലേശിക്കുന്നവർക്ക് തുടർ ചികിത്സകൾ ആവശ്യമായി വരും. സുഹൃത്തുക്കളുടെ എല്ലാ അഭിപ്രായങ്ങളും കണ്ണടച്ച് വിശ്വസിക്കാവുന്ന സാഹചര്യം അല്ല. സാമ്പത്തിക ചെലവ് കുറയ്ക്കുവാൻ കഴിയുന്നതാണ്. ഉപജാപങ്ങളെ പ്രതിരോധിക്കുവാൻ സാധിക്കും. സർവീസിൽ നിന്നും വിരമിച്ചവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കാൻ ആവർത്തിത ശ്രമങ്ങൾ വേണ്ടിവരും. അന്യനാട്ടിൽ കഴിയുന്നവർക്ക് ജന്മനാട്ടിലേക്ക് മടങ്ങുവാൻ സാധിക്കും. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകും. ആസൂത്രിത ശ്രമങ്ങൾ ഫലവത്താകുന്നതാണ്. പതിവിലുമധികം യാത്രകൾ വേണ്ടിവരും. തീർത്ഥാടനവും നാലമ്പല ദർശനവും ഇതിൽ ഉൾപ്പെട്ടേക്കും. ബിസിനസ് ചുമതലകൾ പകരക്കാരെ ഏൽപ്പിക്കുന്നത് ഗുണകരമായേക്കില്ല. കുടുംബകാര്യങ്ങളിൽ തൃപ്തിയുണ്ടാകും. ശത്രുക്കൾ നിശബ്ദരാകുന്നതാണ്. പിതാവിൻ്റെയോ ഗുരുജനങ്ങളുടെയോ വാക്കുകൾ ആശങ്കകളെ അകറ്റും. വസ്തുവകകളുടെ പരിപാലനത്തിന് ചെലവ് കൂടും. വാരം അവസാന ദിവസങ്ങളിൽ കൂടുതൽ അനുകൂലമാണ്. വീഡിയോ യൂട്യൂബിൽ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ദയവായി പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുക.